ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ബീഫിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ബീഫിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങും. എന്നാലും നമുക്ക് ചേർത്ത് പിടിക്കാതിരിക്കാൻ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നിടം വരെ വേവിക്കാം. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടേക്കുന്നത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ബീഫ് വേവിച്ച വെള്ളമാണ് നമ്മൾ എടുത്തേക്കുന്നത് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് പുരട്ടിയെടുക്കാം. ഞാനത് ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഈ രീതിയിൽ നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. നമുക്കിതിലിട്ടിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിത് അരമണിക്കൂർ ആയിട്ടുണ്ട്. നമ്മളിത് വറുത്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ വറുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ചില്ലി ഫ്ലെക്സ് ചേർത്താൽ മതി. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് പറക്കിയിട്ട് പൊരിച്ചെടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വേണം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വരും. ഫ്രൈ ആവുന്ന താമസമുള്ളൂ. നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് വേവിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാലും നമുക്ക് ആവശ്യത്തിനടുത്ത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. സ്കൂളിലൊക്കെ കൊടുത്തു വിടാനായിട്ട് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 മുളകും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് കീറി ഇട്ടൊക്കെയാണ്. അതിനകത്ത് ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കോരിയെടുക്കാം. പച്ചമുളകും കൂടെ ഒക്കെ നമ്മൾ ലാസ്റ്റ് ഇടുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും.
6-7 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ആക്കരുത്, അപ്പോൾ നമുക്ക് കട്ടി കൂടിപ്പോകും അതിൻ്റെ. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. രുചികരമായ ബീഫ് ഡ്രൈ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.